നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കേരളക്കാരെ വളരെ നടുക്കിയ ഒരു വാർത്തയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ അതായത് എങ്ങനെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പ്രതി വിവരിക്കുകയുണ്ടായി. അതിനേക്കാൾ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും പല വ്ളോഗർമാരും ചെയ്യുന്ന വീഡിയോകൾ വൈറലാകാറുണ്ട്. ഈ കുട്ടിയും അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ട കുട്ടിയും ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലുമില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ അമ്മ, അതായത് ഈ കുട്ടിയുടെ അമ്മയും ഈ കുട്ടിയുമായുള്ള ഒരു വ്ളോഗർ അവരടുത്ത് ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി നൽകുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ചിത്രങ്ങളോ ആ വീഡിയോയോ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വീഡിയോ എവിടെ, ചിത്രങ്ങൾ എവിടെ എന്ന ചോദ്യം പ്രേക്ഷകർ ചോദിക്കാതിരിക്കുക. എന്തായാലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കാത്തത്. എന്തായാലും ആ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. ആ വീഡിയോ വീണ്ടും ഒരു നൊമ്പരമായി മാറുകയാണ്. 2 കൈയും ഒടിഞ്ഞ് റീലിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ജിതിൻ ബോയ് ഗില്ലി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അഖിലയുടെയും കുഞ്ഞിൻ്റെ വീഡിയോ എത്തിയത്. ബസ് ഇറങ്ങി നടന്നു വരുന്ന അഖിലയുടെ അടുത്തേക്ക് എത്തിയ ജിതിൻ വീഡിയോ എടുക്കുകയായിരുന്നു. നമുക്കറിയാം, വ്ളോഗർമാരൊക്കെ ജനങ്ങളുടെ അടുത്തെത്തി വീഡിയോ എടുക്കാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ജിതിനും എടുത്തത്. അന്ന് അർഷിദിൻ്റെ കൈകൾ രണ്ടും ഒടിഞ്ഞിരിക്കുന്നത്, 2 കൈകളും ഒടിഞ്ഞിരിക്കുകയാണ്. ആ കുട്ടി അന്ന് തന്നെ എല്ലാവരെയും, ഒരു ഓമനത്ത് നിറഞ്ഞ മുഖമാണ്, അന്ന് തന്നെ എല്ലാവരെയും മനസ്സ് കയ്യിലെടുത്തു. നമ്മുടെ മനസ്സിലേക്ക് ആ മുഖം ഇപ്പോഴും പതിഞ്ഞു നിൽക്കുകയാണ്. അത്തരത്തിൽ നല്ല ഓമനത്വമുള്ളൊരു കുട്ടിയാണ് അതിക്രൂരമായിട്ട് നിഷ്കരുണം കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ വ്ളോഗർ കുട്ടിയുടെ കൈക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണാണ് പരിക്ക് സംഭവിച്ചതെന്നായിരുന്നു അഖില, അതായത് കുട്ടിയുടെ അമ്മ അന്ന് വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ അന്ന് തന്നെ ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ 2 കൈകളും എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മാതാപിതാക്കൾ ഇത്രയും അശ്രദ്ധയോടെയാണോ കുട്ടിയെ വളർത്തുന്നത് എന്നതടക്കമുള്ള, അല്ലെങ്കിൽ കുട്ടിയെ നോക്കുന്നതെന്ന ചോദ്യങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെട്ടതാണ്. എന്തായാലും ആ കുട്ടിയാണ് ദിവസങ്ങൾക്കിപ്പുറം കൊല്ലപ്പെട്ടത് എന്നത് അക്ഷരാർത്ഥത്തിൽ വലിയ നൊമ്പരമായി മാറുകയാണ്. അന്നും കുഞ്ഞ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായി കാണുമെന്നാണ് മലയാളികൾ ഒന്നടങ്കം പരസ്പരം ചോദിക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ ഇപ്പോൾ വളരെ നൊമ്പരമായി മാറുകയാണ്. ആ കുട്ടിയുടെ മുഖം അത് നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് പതിയുന്ന തരത്തിലുള്ള മുഖമാണ്. നമുക്ക് വലിയ വേദനയായി മാറുകയാണ്. രണ്ടാം അച്ഛൻ്റെ അതിക്രൂരമായ പ്രവർത്തനങ്ങൾ. മാത്രമല്ല അമ്മയും തെറ്റുകാരിയല്ല എന്ന് പറയാൻ സാധിക്കില്ല. അമ്മ അറിയുന്നുണ്ടായിരുന്നു. അമ്മ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒരു തീരുമാനം എടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന ചോദ്യം അമ്മയ്ക്ക് നേരെയും ഉയരുന്നുണ്ട്. മരിച്ച അർഷിദിന്റെ 2ാം അച്ഛനായ അഷ്കർ കുഞ്ഞിനെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് മുത്തച്ഛൻ സുനിൽ കുമാർ പറയുന്നത്. അർഷിദിന്റെ അമ്മ അഖിലയുടെ ആദ്യ ഭർത്താവിന്റെ അച്ഛനാണ് സുനിൽ കുമാർ. മാത്രമല്ല അഷ്കർ വളരെ ക്രൂരനാണ്. ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയവൻ എത്രത്തോളം ക്രൂരനാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിനേക്കാൾ ക്രൂരത അതിന് മുന്നേ ഇയാൾ ചെയ്തു. ഇയാളുടെ ആദ്യ ഭാര്യ ആമിന, ആ പെൺകുട്ടിയെയും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ബന്ധുക്കളടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. അഷ്കറിന്റെ മർദ്ദനം കാരണം ആമിനയുടെ ബോധം നഷ്ടപ്പെട്ടു എന്നാണ് ആമിനയുടെ അമ്മ ഷജില ബീബി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഭിത്തിയിൽ ആമിനയുടെ തല ഇടിപ്പിച്ചു അഷ്കർ എന്ന ക്രൂരൻ. ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. അഷ്കറിൻ്റെ അമ്മയും സഹോദരിയും മർദ്ദനത്തിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള അതിക്രൂരമായ ചെയ്തികൾ, ഇയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരികയാണ്. സ്വാഭാവികമാണ്, എന്തെങ്കിലും സംഭവം ഉണ്ടായതിനു ശേഷം, ആരെങ്കിലും ജീവൻ പോയതിനു ശേഷം മാത്രമേ ഇത്രയും ക്രൂരതകൾ ഇന്ന വ്യക്തി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മറ്റുള്ളവർ, കൂടെ നിൽക്കുന്നവരൊക്കെ പുറത്ത് പറയാൻ ശ്രമിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. എപ്പോഴും ഇത് ഏതെങ്കിലും ജീവൻ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും രക്തസാക്ഷിയാകുമ്പോൾ മാത്രമാണ് കൂടെ ഉള്ളത് ഒരു ക്രൂരനാണ്, കൂടെ ഉണ്ടായിരുന്നത് അതിക്രൂരനായ വ്യക്തിയാണ്, ആ വ്യക്തിയുടെ ക്രൂരതകൾ ഇതൊക്കെയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ സംഭവം പുറത്തായതോടെ, അല്ലെങ്കിൽ കുട്ടിയെ കൊലപ്പെടുത്തിയതോടെ അഷ്കർ എത്രമാത്രം ക്രൂരനായിരുന്നു എന്ന വിവരം ബന്ധുക്കളടക്കമുള്ളവർ പുറത്തേക്ക് പറയുകയാണ്. അഷ്കറിൻ്റെ അമ്മയും സഹോദരിയും അടക്കം ഇയാൾ ചെയ്തു കൂട്ടിയ, ആദ്യ ഭാര്യയെ ചെയ്തു കൂട്ടിയ മർദ്ദനത്തിന് കൂട്ടി നിന്നുവെന്നാണ് ബന്ധുക്കളടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. മകളുടെ നിലവിളി കേട്ട നാട്ടുകാരാണ് വിവരം തന്നെ അറിയിച്ചതെന്നും ഈ ആമിനയുടെ അമ്മ പ്രതികരിച്ചിരിക്കുന്നു. മർദ്ദനം മൂലം ആമിന കിടപ്പ് രോഗിയായിരിക്കുകയാണ്. കൊടും ക്രൂരതയാണ് ആദ്യ ഭാര്യയോട് ഇയാൾ ചെയ്തിരിക്കുന്നത്. 1 വർഷമായി ബോധമില്ലാതെ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ആമിന. അടുത്തിടെയാണ് ചെറുതായി ആമിനയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആമിന ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്നത്. അപ്പോൾ തീർത്തും എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനത്തെ ഇപ്പോൾ ഒരു വിമർശനാത്മകമായി പറഞ്ഞുവെങ്കിൽ പോലും ഇങ്ങനെ ഇപ്പോഴും നമുക്ക് ചുറ്റിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഇതേ
സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ഉറക്കത്തിൽ കരഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പിതാവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം കേട്ടിട്ട് മാസങ്ങൾ പിന്നിടുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ രണ്ടാം അച്ഛൻ ഒരു കുരുന്നിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. കൂടെ ജീവിക്കുന്നവർ ഇത്തരത്തിൽ ക്രൂരന്മാർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരെ യഥാസമയം ഈ നാട്ടിൽ പോലീസ് മറ്റ് നിയമ സംവിധാനങ്ങളുമൊക്കെ ഉണ്ട്. ഒരു പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ഭയവും വേണ്ട ആവശ്യമില്ല. അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമപരമായി കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഒരു രക്തസാക്ഷി അല്ലെങ്കിൽ ഒരാൾ മരിച്ചതിന് ശേഷം അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്ന പ്രവണത ഇനിയെങ്കിലും അവസാനിക്കേണ്ടതായിട്ടുണ്ട്. തീർത്തും ഇങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിലേക്ക്, പോലീസിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ധൈര്യം അത് കൂടെയുള്ളവർ എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പല ജീവനുകളും നമുക്ക് തിരിച്ചു പിടിക്കാനാകുമെന്ന് തന്നെയാണ് ആവർത്തിച്ചുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതേസമയം തൻ്റെ ഇളയ മകന്റെ മരണത്തിലും അഷ്കറിന് പങ്കുണ്ടെന്ന് ഷജിലയുടെ ആരോപണം. മകനെ കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു അഷ്കർ എന്നാണ് ഷജില ആരോപിക്കുന്നത്. ഷജില അതായത് അഷ്കറിന്റെ ആദ്യ ഭാര്യയുടെ അമ്മയാണ്. ഇതിന് പിന്നാലെ ദുരൂഹ സാഹചര്യത്തിൽ മകനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നും ഷജില വ്യക്തമാക്കുന്നു. ഇത് അഷ്കർ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയമുണ്ടെന്നും ഷജില പറഞ്ഞു. ആമിനയുമായുള്ള ബന്ധം അഷ്കർ വേർപെടുത്താതെയാണ് അഖിലയെ, അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയെ ഇയാൾ ജീവിതത്തിലേക്ക് കൂട്ടിയത്. ഈ 1.5 വയസ്സുകാരനായ അർഷിദിനെ കൊലപ്പെടുത്തിയത് ചോറ് കൊടുക്കുമ്പോൾ കരഞ്ഞത് കൊണ്ടാണെന്നാണ് അഷ്കറിന്റെ മൊഴി. അർഷദിന്റെ അമ്മ അഖിലയ്ക്കൊപ്പമാണ് അഷ്കർ താമസിക്കുന്നത്. 1 മാസം മുൻപാണ് കുട്ടിയുമൊത്ത് അഖില അഷ്കറിനൊപ്പം പനവൂർ കരിക്കുഴിയിൽ താമസിച്ചു തുടങ്ങിയത്. 2 വർഷം മുൻപ് അഖില 3 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് ഭർത്താവ് അഖിൽ ജീവനൊടുക്കിയത്. തുടർന്ന് അഖില ഡ്രൈവറായ അഷ്കറിനൊപ്പം താമസം തുടങ്ങി. പിന്നീട് കുട്ടിയും ഒപ്പം കൂട്ടുകയായിരുന്നു. കരിക്കുഴി നെല്ലിക്കുന്ന് റേഡിയോ പാർക്കിന് സമീപം അർച്ചിതത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിലയുടെ മകനാണ് ഈ മരിച്ച അർഷിദ്. അഖിലയും അഷ്കറിനെയും ഇന്നലെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിന്റെ ശരീരത്തിൽ മരണകാരണമായ മർദ്ദനങ്ങൾ ഉൾപ്പെടെ 51 മുറിവുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. നോക്കൂ, ഒരു 1.5 വയസ്സുകാരന്റെ ശരീരത്തിലാണ് 51 മുറിവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെ സാധിച്ചു ഇതിനൊക്കെ എന്നാണ് ചോദിച്ചു പോകുന്നത്. ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് പോലും കേരളക്കാരെ ചോദിച്ചു പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണോ എന്ന് പോലും ചോദിച്ചു പോവുകയാണ്. ഈ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. 51 മുറിവുകൾ കുട്ടിയുടെ ദേഹത്തുണ്ടെങ്കിൽ ഈ അമ്മ എന്തിന് കണ്ണും പൂട്ടി ഇതെല്ലാം മിണ്ടാതെ ഇരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ദേഷ്യം വന്നപ്പോൾ കുഞ്ഞിൻ്റെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചുവെന്ന് അഷ്കർ ഇപ്പോൾ പോലീസിനോട് പറയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ബോധം നഷ്ടമായി. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ലൈറ്റർ ഉപയോഗിച്ചാണ് കുഞ്ഞിനെ പൊള്ളിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാൾ ആ കുട്ടിയോട് ചെയ്ത ക്രൂരതകൾ ഒന്നൊന്നായിട്ട് പുറത്ത് പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്ത് കണ്ണും പൂട്ടി നിന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ചോദിച്ചു പോവുകയാണ്. തെളിവെടുപ്പിനെത്തിച്ച അഷ്കറിനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. വളരെ ശ്രദ്ധയോടെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. അതിരൂക്ഷമായി തന്നെ നാട്ടുകാർ പ്രതികരിക്കുകയുണ്ടായി. അഷ്കർ ആദ്യ ഭാര്യയും ക്രൂരമായി മർദ്ദിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.